നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും ആ ഒരു സെന്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അത് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റിയോ? ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്. പ്രയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. നമ്മൾ എത്രമാത്രം കേട്ടിട്ടും എത്രമാത്രം നമ്മൾ വായിച്ചിട്ടും അതിനൊരു ഗുണം ഉണ്ടാവില്ല. നമ്മൾ അത് പ്രയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്പീക്കിങ്ങിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ കഥയില് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കുറച്ച് മങ്കീസിന്റെയും അവര് ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെയും ഒരു കഥയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരെ കഥയിലേക്ക് കടക്കുകയാണ്. അപ്പൊ കഥയിലൂടെ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മളതിൽ ഗ്രാമർ പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ സെന്റൻസിന്റെ സ്ട്രക്ചേഴ്സ് നമ്മൾ കാണുന്നുണ്ട്, അതുപോലെ പുതിയ വാക്കുകളും നമ്മൾ അറിയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ഒന്ന് കേട്ടു നോക്കുക, പ്രയോഗിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇൻ എ ഫോറസ്റ്റ് there were some monkeys. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു ഫോറസ്റ്റില് കുറച്ച് കുരങ്ങുകൾ ഉണ്ടായിരുന്നു. there were എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ആൾക്കാർ ഉണ്ടാകുന്ന നേരത്ത് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നു? were ഉപയോഗിക്കുന്നു. ഓക്കെ, നമ്മൾ പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇതൊന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തു മാത്രം. so they decided to fast. ഓക്കെ, അവരെന്താണ് അപ്പൊ ഒന്ന് ഡിസൈഡ് ചെയ്തത്? ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. അപ്പൊ അവർ തീരുമാനിച്ചത് എന്തായിരുന്നു? ഫാസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൊയമ്പ് എടുക്കുക. നൊയമ്പ് എടുക്കുന്നത് പല രീതിയിലായിരിക്കും. നമ്മൾ ചില കാര്യങ്ങൾ മാറ്റിവെക്കും, അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റിവെക്കും, ഇല്ലെങ്കിൽ നമ്മൾ കുറെ നേരത്തേക്ക് ഒരു നിശ്ചിത സമയം വരെ നമ്മൾ ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എന്ന് നമ്മൾ പറയും. അപ്പൊ അത് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. ദ മങ്കി ചീഫ് ടോൾഡ്. അപ്പൊ മങ്കീന്റെ ചീഫ് ഉണ്ട്, അതിൽ അവിടുത്തെ ഒരു തലവൻ, ആ ലീഡർ. അപ്പൊ അയാൾ പറഞ്ഞു, ടുഡേ വി വിൽ ഫാസ്റ്റ് ആൻഡ് ഓൾ ഷുഡ് ഫാസ്റ്റ്. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മൾ ഇന്ന് ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നോയമ്പ് എടുക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, പറയണം, നോക്കണം എന്നൊക്കെ നമുക്ക് പ്രയോഗിക്കണമെങ്കിൽ അവിടെ നമുക്ക് ഷുഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ മങ്കി ഇങ്ങനെയാണ് പറഞ്ഞത്, ഓൾ ഷുഡ് ഫാസ്റ്റ്. ഷുഡ്. അപ്പൊ നമുക്ക് എവിടേക്കെങ്കിലും പോകണം എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അത് പറയും? എല്ലാവരും പോകണം, അതാണ് സെന്റൻസ്. ഓക്കെ, എല്ലാവരും പോകണം. എങ്ങനെയാ നമ്മളത് പറയാ? ഓൾ ഷുഡ് ഗോ. അപ്പൊ കണ്ടോ, ണം. അപ്പൊ നിങ്ങൾക്ക് എവിടെയൊക്കെ ണം 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 എന്ന് ഉപയോഗിക്കണോ അവിടെയൊക്കെ ഷുഡ് 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 എന്ന് അങ്ങോട്ട് പറയുക. അതുപോലെ തന്നെ ഈ വെള്ളം നിങ്ങൾ കുടിക്കണം. എങ്ങനെയാ പറയാ? യെസ്, you should drink this water. അപ്പൊ എല്ലാവരും ഇവിടെ ഇരിക്കണം. പിന്നെ അവിടെ ണം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അവിടെ നമ്മൾ എങ്ങനെയാ പറയാ? all should sit here. ഇപ്പൊ ഈ ഷുഡിന്റെ കൂടെ നമുക്ക് ഏത് സബ്ജക്റ്റ് ഉപയോഗിക്കാം കേട്ടോ. ഐ ഉപയോഗിക്കാം, യു ഉപയോഗിക്കാം, ദേ ഉപയോഗിക്കാം, അങ്ങനെ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അതിന് ഒരു മാറ്റമില്ല. അപ്പൊ എവിടെയൊക്കെ നമ്മൾ ആ ഒരു ചെറിയൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി നിങ്ങൾ അങ്ങനെ ചെയ്യണം, അങ്ങനെയാണോ നമ്മൾ മലയാളത്തിൽ പറയാം, അവിടെ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തുപയോഗിക്കാം? ഷുഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ഫോം എങ്ങനെയാ വരുന്നത് എന്നുള്ളതും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് പോകണോ? അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ ചോദിക്കുക, അയ്യോ ഞാൻ ഇവിടുന്ന് പോണോ? അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? അപ്പൊ ആ ഷുഡ് എടുത്തിട്ട് പുറത്തേക്ക് ഇടുക. ഇത് ആദ്യം ഉപയോഗിക്കുക, ഷുഡ് ഐ ഗോ? ഞാൻ ഇവിടുന്ന് പോകണോ? നോ 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 എന്നൊക്കെ നമ്മൾ, അത് ചോദ്യമാണ്. ഞാൻ ഇങ്ങനെ ചെയ്യണോ? ഞാൻ അവിടെ പറയണോ? ഞാൻ ഇവിടെ നിൽക്കണോ? ഞാൻ ഡാൻസ് ചെയ്യണോ? കണ്ടോ, അവിടെയൊക്കെ നമ്മൾ നോ 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 എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ? നം നം നം. ഇത് നോ 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 എന്ന് പറഞ്ഞ ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഞാൻ ഇവിടുന്ന് പോകണോ? എങ്ങനെയാ നമ്മൾ പറയാ? ഷുഡ് ഐ ഗോ? ഞാൻ ഇവിടെ ഇരിക്കണോ? എങ്ങനെയാ ചോദിക്കുക? ഷുഡ് ഐ സിറ്റ് ഹിയർ? ഞാൻ ഈ വെള്ളം കുടിക്കണോ? നിങ്ങൾ പറയണ ഞാൻ ഈ വെള്ളം കുടിക്കണം എന്നാണോ? അപ്പൊ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? ഷുഡ് ഐ ഡ്രിങ്ക് ദിസ് വാട്ടർ? ഓക്കെ, അപ്പൊ നമുക്ക് ഷുഡിന്റെ പ്രയോഗം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മങ്കി ചോദിച്ചത് ഇത് തന്നെയാണ്, പറഞ്ഞത് ഇങ്ങനെയാണ്, യു ഷുഡ് ഫാസ്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫാസ്റ്റിംഗ് നടത്തണം എന്നുള്ളത് അവിടെ പറഞ്ഞു. ഓൾ ദ monkeys agreed. എല്ലാ മങ്കീസും അത് സമ്മതിച്ചു. സോ വൺ monkey told, okay then we will do one thing. അപ്പൊ നമ്മുടെ ഒരു മങ്കി പറഞ്ഞു, നമുക്ക് അന്ന് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? വിൽ കളക്ട് സം ബനാനസ് ആൻഡ് കീപ് ഇറ്റ് ഹിയർ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം? കുറച്ച് ബനാനസ് ഒക്കെ കളക്ട് ചെയ്തിട്ട്, പഴങ്ങൾ കളക്ട് ചെയ്തിട്ട് ഇവിടെ വെക്കാം.
the chief അല്ലെങ്കിൽ the monkey chief agreed. അപ്പൊ നമ്മുടെ ചീഫ് അത് സമ്മതിച്ചു. ശരിയല്ലേ? അത് ഫാസ്റ്റിംഗ് അവര് ചെയ്യാൻ പോവല്ലേ, അപ്പൊ ഇത് ഇവിടെ കൊണ്ടുവയ്ക്കാന്ന് അവര് തീരുമാനിച്ചു. They collected some bananas and kept it aside. അവര് കുറച്ച് ബനാനസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ശേഖരിച്ചിട്ട് അവരുടെ സൈഡിൽ വെച്ചു. Then the small monkey told, അപ്പൊ നമ്മുടെ ചെറിയ മങ്കി പറഞ്ഞു, why don't we peel it and keep it? അപ്പൊ ചോദിച്ചത് ഇങ്ങനെയാണ്, നമുക്ക് എന്തുകൊണ്ട് ഇതൊന്ന് തൊലി പൊളിച്ച് വെച്ചൂടാ? ശരിയല്ലേ? ഈ ഫാസ്റ്റിംഗ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് വിശക്കൂലേ, അപ്പൊ നമുക്കത് തൊലി പൊളിച്ച് വെക്കാം എന്ന് പറഞ്ഞു. Why don't we peel it and keep it so that after the fasting we can eat it? അപ്പൊ നമുക്ക് നമ്മുടെ ഫാസ്റ്റിംഗ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം? ഈ പഴം നമുക്ക് തിന്നാം. Again the monkey chief agreed. നമ്മുടെ ചീഫ് അത് സമ്മതിച്ചു. Then the other monkey told, why don't we keep it in the mouth? അപ്പൊ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോ നമ്മൾ ഫാസ്റ്റിംഗ് നടക്കല്ലേ, അപ്പൊ ഇതിങ്ങനെ മൗത്തിലേക്ക് അങ്ങോട്ട് വെക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഫാസ്റ്റിംഗ് അങ്ങോട്ട് കഴിയണതും നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് തിന്നല്ലേ ആവശ്യമുള്ളൂ. Again the chief agreed and they kept that peeled bananas in the mouth. അപ്പൊ അവരെന്ത് ചെയ്തു, അവര് പീൽ ചെയ്ത്, അതായത് തൊലി പൊളിച്ച ബനാന അവരുടെ വായിൽ വെച്ചു. And they started to fast. അപ്പൊ അവരെന്ത് ചെയ്തു, നമ്മുടെ ഫാസ്റ്റിംഗ് അങ്ങോട്ട് ആരംഭിച്ചു, അവര് സ്റ്റാർട്ട് ചെയ്തു. Within minutes all of the monkeys swallowed that bananas. അപ്പൊ കുറച്ച് നേരം കഴിഞ്ഞപ്പോ തന്നെ, വിതിൻ മിനിറ്റ്സ്, കുറച്ച് നിമിഷം, എന്താ പറയാ, സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ്സിനുള്ളിൽ എന്ത് ചെയ്തു, അവരെ അറിയാതെ തന്നെ അവരതങ്ങോട്ട് കഴിച്ചുപോയി. കാരണം ഇത് വായയിൽ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൺട്രോൾ ഒട്ടും ഉണ്ടാവില്ലല്ലോ. സോ ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് ദെയർ ഫാസ്റ്റിംഗ്. അതായിരുന്നു അവരുടെ ഫാസ്റ്റിംഗിന്റെ അവസാനം. ഇപ്പൊ നമ്മുടെ ഈ കഥയില് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത് ഷുഡ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഷുഡ് എങ്ങനെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം, അതേപോലെ തന്നെ ആൻസർ നമുക്ക് എങ്ങനെ പറയാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ ഈ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഒന്ന് പറയുക. നമ്മുടെ അടുത്ത കഥയിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റോറി കേൾക്കാവുന്നതാണ്.